ജോലി കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി റൂമിലൊക്കെ ഇരുന്ന് നോമ്പ് തുറ. ഹലോ ഗഡീസ്, ഇന്ന് റമദാന്റെ 7ാമത്തെ രാത്രി. ഓർമ്മകളിൽ റമദാന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളോടൊപ്പം ഉള്ളത് 30 വർഷമായി ഖത്തറിൽ പ്രവാസിയായി കലാകാരനും ഖത്തറിലെ സാമൂഹിക സാംസ്കാരിക വേദികളിൽ നിറസാന്നിധ്യവും ലാസ ഇവൻസിന്റെ ഓണറുമായ ഗഫൂർ കെയാണ്. ഞാൻ പ്രവാസിയായിട്ട് ഏകദേശം 30 വർഷമായി. അപ്പോൾ നാട്ടിൽ വന്നതിന് ശേഷം നാട്ടിൽ നോമ്പ് തുറന്നിട്ടില്ല എന്നുള്ള. അപ്പം നാട്ടോർമ്മകളുടെ നോൻപ് വളരെ കുറവും പ്രവാസ ഓർമ്മത്തിലെ നോൻപ് എനിക്ക് കുറച്ച് പറയാനുണ്ട്. കാരണം പ്രവാസികൾ നോൻപ് അത് പിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വേറിട്ടൊരു അനുഭവം തന്നെയാണ്. പണി കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് പിന്നെ ഭക്ഷണം ഉണ്ടാക്കി പിന്നെ അവർ നോമ്പ് നോൽക്കുക, പിന്നെ ടെൻറ്റിൽ പോകുന്ന അങ്ങനത്തെ കുറേ അവസ്ഥകളിലൂടെ കടന്നു പോകും. അങ്ങനെ വരുന്ന സമയത്ത് നാട്ടിൽ നമുക്ക് ഓർമ്മകളിൽ നിന്ന് പറഞ്ഞാൽ നമ്മുടെ നോൽമ്പിന് ഇന്ന് ഇവിടെ നമ്മൾ കാണുന്ന ടെൻറ്റുകളും കൂട്ടായ്മകളൊന്നുമില്ല. ഇവിടെ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അനുഭവങ്ങളുടെ നോൽമ്പുകളാണ്, കൂട്ടായ്മകൾ ഒരുപാട്. ഇപ്പം തന്നെ നോൽമ്പ് ഇന്ന് 6ാമത്തെ നോൽമ്പാണ്. പക്ഷെ ഒരുപാട് ഈദ് സംഗമങ്ങൾ, ഈദ് ഇഫ്താർ മീറ്റുകൾ, ഈ ഇഫ്താർ മീറ്റുകളിലൂടെ ഉണ്ടാകുന്ന ഒരു പ്രചോദനം നമ്മുടെ ഒരു സൗഹൃദങ്ങൾ അല്ലെങ്കിൽ സാമൂഹിക ബന്ധങ്ങളുടെ ഒക്കെ ഒരു കൂട്ടിയിണക്കാൻ വേണ്ടിയുള്ള ഒരു നോമ്പുതുറകൾ. അങ്ങനെ അതിലെനിക്ക് വളരെ ഇഷ്ടമാണ്. ചില നോമ്പുറയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ എല്ലാ വീട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പലഹാരങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കോർണിഷനിൽ കൂടും. എന്നിട്ട് എല്ലാ ഫാമിലിയും വരും. എന്നിട്ട് നമ്മൾ അങ്ങനെയാണ് ഇവിടെ പുതിയ കാലം. പിന്നെ മറ്റൊന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാച്ചിലേഴ്സിൻ്റെ റൂമിലെ നോമ്പുറ, അത് ഏകദേശം ഒരു 5 വർഷമുള്ള ഒരു ബാച്ചിലേഴ്സ് ലൈഫിൽ നോമ്പ് തുറ ഉണ്ടായിരുന്നു. അത് നമ്മൾ ജോലി കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി റൂമിലൊക്കെ ഇരുന്ന് നോമ്പ് തുറ. അങ്ങനെ ഒരു വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ ഇങ്ങനെ പോകുന്നു. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ദിവസം നമ്മളെ സുഹൃത്തുക്കളെ അല്ലെ കുടുംബങ്ങളൊക്കെ കാണുന്ന ആ ഒരു ഓർമ്മകൾ അതിവിടെ നമുക്ക് നഷ്ടപ്പെടുകയാണ്. പക്ഷെ ഇവിടെ നഷ്ടപ്പെടുന്ന ആ ഒരു ചിന്ത നമ്മൾ ഇവിടെ ഉണ്ടാകുന്ന നമ്മുടെ സൗഹൃദങ്ങളിലൂടെ അല്ലെങ്കിൽ നമുക്ക് പെറുക്കിയെടുക്കുന്ന ബന്ധങ്ങളുണ്ട്, അവരിലൂടെ ഉണ്ടാകുന്ന ഈദും അല്ല നോമ്പ് തുറയാണെങ്കിൽ അതൊക്കെ ഒരു നല്ലൊരു അനുഭവമാണ്. നാട്ടനുഭവത്തിനായിട്ടും പ്രവാസത്തിലുണ്ടാകുന്ന ഒരു നോൽമ്പ് അല്ലെങ്കിൽ ഇഫ്താർ വിരുന്ന് ഒരു വേറിട്ട അനുഭവം തന്നെ.